അതെ ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഇന്നലെ ബീനാന്റിന്റെ വീട്ടിൽ പോയില്ലേ, അവർ വീട്ടിൽ പുതിയ ഫ്രിഡ്ജ് ഡബിൾ ഡോർ, അത് ഞാനൊന്ന് ജസ്റ്റ് തുറന്നു നോക്കി. അപ്പൊ എന്റെ അടുത്ത് പറയാ അത് തുറക്കണ്ട കേടാവുന്നു. അത് മാത്രല്ല, അത് കേട്ടപ്പോ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആള് പറയാ നിന്റെ തൊണ്ണമോറാൻ കെട്ടിയവനുണ്ടല്ലോ, അവന് ഇതൊന്നും വാങ്ങാൻ കഴിവില്ല, നിങ്ങളുടെ വീട്ടിൽ ഡൂക്ലി ഫ്രിഡ്ജ് അതും വിട്ട് പണിതാ മതി. അങ്ങനെ പറഞ്ഞല്ലേ, എന്റെ രോമ എനിക്ക് എന്റെ ഈഗോനെ ഹർട്ട് ചെയ്തു. എന്തായാലും വലിയ ആ ഡബിൾ ഡോർ ഫ്രിഡ്ജ് മേടിക്കാം, നിങ്ങളെക്കാൾ ഹൈറ്റ് ഉള്ളത്. യെസ്, അത് തന്നെ മതി. അതന്നെ മതി. ശരിയാക്കണ്ട്. ഇവരും ഫ്രണ്ട് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ച ഇയാളുടെ ഈഗോനെ കത്തിക്കാം. എനിക്ക് മനസ്സിൽ അതെ, ഇന്നലെ നമ്മൾ ജോമോന്റെ വീട്ടിൽ പോയില്ലേ, അവരുടെ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു ഫ്രണ്ടിലോട്. അതല്ലാന്ന് ഞാൻ ആ വാഷിംഗ് മെഷീൻ തൊട്ടു. അപ്പൊ അവന് വൈഫ് എന്റെ അടുത്ത് പറയാണ് നിങ്ങളുടെ വീട്ടിലത്തെ മാനുവല് പോലെയല്ല, ഇതിന്റെ സെറ്റിങ്സ് ഒക്കെ വേറെയാണ്, ഇതുമ്പോ തൊടല്ലേന്ന്. അതല്ല, അത് മാത്രല്ലാന്ന് അവളെന്റെ അടുത്ത് പറയാണ് നിന്റെ കെട്ടിയോന് ഇതിനുള്ള കഴിവൊന്നുമില്ല, ഈ അടുത്ത് പുറത്തൊന്നും വാങ്ങിക്കില്ല. അങ്ങനെ പറഞ്ഞോളൂ. അത് ശരിയാണല്ലോ. നാളെ പുതിയ മേടിക്കണം. അവരുടെ വീട്ടിൽ 6 കിലോന്റെ ആണ്, നമുക്ക് 7 കിലോന്റെ വാങ്ങിക്കണം. 8 വാങ്ങിക്കണം. അങ്ങനെ തന്നെ വേണം, അത് തന്നെയാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞെങ്കിൽ എന്തായാലും മേടിച്ചു. വളയാ? ആ ഒറ്റവളിയല്ലേ, അത് ഞാൻ എടുത്തായിരുന്നു. നിങ്ങളാണോ അത് എടുത്തേ? ഇത് കാണാണ്ടായപ്പോ എന്റെ നല്ല ജീവൻ അങ്ങോട്ട് പോയി. പേടിക്കൊന്നും വേണ്ട, സേഫാ. അതെടുത്തതാ? അതല്ല, അത് സേഫ് ആയതുകൊണ്ടാണ് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജൊക്കെ ഇവിടെ എത്തിയത്. എന്താ പറഞ്ഞു? വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജും. പിന്നെ നീ എന്റെ ഈഗോനെ കത്തിച്ചില്ലേ? എന്റെ ഈഗോ മാത്രമല്ല, കാശൊന്നുമില്ല. എന്റെ കാശിട്ടാണ്. എന്ത് ചെയ്തു? അത് വിറ്റിട്ടാണ് അതൊക്കെ വാങ്ങിയത്. അത് വിറ്റിട്ടോ? നിങ്ങളെ